ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തവാസനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. ഈ അറിയ പ്രാർത്ഥനയോട് നാം ഒരുമിച്ച് അല്പസമയം കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമ്മോട് സംസാരിക്കേണ്ടതിനും നമുക്ക് ആവശ്യമുള്ളത് നൽകി സമാധാനത്തോടെ നമ്മളെ മടക്കി അയക്കേണ്ടതിനും നമ്മെ തന്നെ ദൈവകരമൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോട് തുറന്നുള്ള അല്പസമയങ്ങൾ വചനത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് മറ്റൊരു ചിന്തയിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് ഹെഡിങ് ഒന്ന് വായിക്കാം. മതി. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൂടെ വായിച്ചോളൂ. അതെ, ഇതിൻ്റെ പശ്ചാത്തലം അത്ര വ്യക്തമല്ലെങ്കിലും വേദപഠിതാക്കളുടെ പലരുടെ അഭിപ്രായത്തിൽ ബെന്യാമീനനായ കൂശ് എന്ന് പറയുന്നത് ശൗൽ രാജാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ശൗല് തന്നെക്കുറിച്ച് ഒത്തിരി അപവാദങ്ങൾ പറഞ്ഞ് തന്നെ കൊല്ലുവാൻ പദ്ധതിയിട്ട് ഓടി നടക്കുന്നൊരു കാലഘട്ടം ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ ദാവീദ് പറയുന്ന ആ ഭാഗത്ത് താൻ പറഞ്ഞു തുടങ്ങുന്നതാണ്: എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചുവല്ലോ. തീർച്ചയായിട്ടും നമുക്കറിയാം, തന്നെ വേട്ടയാടി ഒരു എന്തെങ്കിലും പിടിക്കണം, പിടികൂടണം, നശിപ്പിക്കണമെന്നുള്ള പദ്ധതിയോടുകൂടെ പിന്നാലെ നടക്കുന്ന ശൗൽ, അതാണ് പറഞ്ഞത്, തന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് തന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അടുത്ത വാചകത്തിൽ അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുത്, വിടുവിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ എന്നെ ചീന്തി കളയരുത്. തൻ്റെ പുറകെ ഒരു സിംഹത്തെ പോലെ അലറിക്കൊണ്ട് കടിച്ചു കീറും, ഇപ്പോൾ തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ ശൗലിൻ്റെ കയ്യിൽ നിന്ന് എന്നെ കർത്താവെ വിടുവിക്കണമേ. താൻ അടുത്ത വാചകം പറയുമ്പോൾ അടുത്ത വാക്യം ഒന്ന് വായിച്ചോളൂ. ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പക്കൽ, താൻ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ പക്കൽ നീതികേടില്ല. നമുക്കറിയാം, 2 തവണ ശൗലിനെ കൊല്ലാനുള്ള അവസരം ദാവീദിന് ലഭ്യമായതാണ്. ഈ 2 അവസരത്തിലും ഗുഹയിൽ ശൗൽ ഉറക്കമാണ്, ഒറ്റക്കുത്ത് തീരാനുള്ളതേ ഉള്ളൂ. താനത് ചെയ്തില്ല. താൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു, എൻ്റെ പക്കൽ എന്തില്ല, നീതികേടില്ല. വായിച്ചോളൂ ഒന്നുകൂടെ 3-ാം വാക്യം. ഞാൻ വേണ്ടാത്തതൊന്നും ചെയ്തിട്ടില്ല കർത്താവേ. താൻ ഒരു കുറ്റസമ്മതം നടത്തുകയാണ് ദൈവസന്നിധിയിൽ. എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, തനിക്ക് വേണമെങ്കിൽ ദോഷം ചെയ്യാമായിരുന്നു. അതാണ് പറയുന്നത്, എൻ്റെ ബന്ധുവായിരുന്നവനോട്. നമുക്കറിയാമല്ലോ, ദാവീദിൻ്റെ മകളെ ശൗലിൻ്റെ മകളെ ദാവീദ് വിവാഹം ചെയ്തു, തൻ്റെ അമ്മായിയപ്പന. എൻ്റെ ബന്ധുവിനോട് എനിക്ക് ദോഷം ചെയ്യാമായിരുന്നു, ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഒരു കാരണവുമില്ലാതെ ഞാൻ വിടുവിച്ചു. എനിക്ക് കൊല്ലാൻ ഒത്തിരി കാരണമുണ്ട്. കാരണം നാളുകളായി എൻ്റെ സ്വസ്ഥത കെടുത്തുക, നാളുകളായിട്ട് എൻ്റെ പുറകെ നടക്കുക, എന്നെ കൊല്ലുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നടക്കുന്നവനെ കൊല്ലാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ആരെങ്കിലും ചോദിച്ചാൽ എന്നെ കൊല്ലാൻ വന്ന് ഞാൻ കൊന്നു, കാരണമുണ്ട്. പക്ഷെ ഇവിടെ താൻ പറയുകയാണ്, ഹേതു കൂടാതെ, കാരണമൊന്നുമില്ലാതെ എൻ്റെ വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചു. താൻ തൻ്റെ നിരപരാധിത്വം ദൈവസന്നിധിയിൽ തെളിയിക്കുകയാണ്. തന്നെക്കുറിച്ച് വേണ്ടാത്ത പലതും പറഞ്ഞുകൊണ്ട് തന്നെ കൊല്ലുവാൻ പദ്ധതിയിട്ട് നടക്കുന്ന ശൗലിനെ നോക്കിക്കൊണ്ട് ദാവീദ് പറയുന്ന വാക്കുകൾ, ഞാൻ ആ വാക്കൊന്നോടൊന്ന് പറഞ്ഞോട്ടെ. താൻ ദൈവസന്നിധിയിൽ പറയുകയാണ്, മനുഷ്യനൊരു പക്ഷേ എല്ലാം അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. ഒരു വ്യക്തിയുടെ നിരപരാധിത്വം
തെളിയിക്കാൻ നമ്മളാൽ ആവോളം ശ്രമിച്ചാലും കേൾക്കുന്നവർ എല്ലാം അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെക്കുറിച്ച് അറിയാമല്ലോ, ഞാൻ അതേക്കുറിച്ച് ഒത്തിരി വിശദീകരണത്തിനൊന്നും പോകുന്നില്ല. മനുഷ്യൻ അന്യോന്യം ചിലപ്പോൾ അപവാദം പറഞ്ഞെന്നിരിക്കും. നമ്മൾ നിരപരാധിയായിരിക്കും. നമ്മൾ അതിനകത്ത് ഒരു തെറ്റുകാരനുമല്ല. നമ്മളിത് ന്യായീകരിക്കാൻ നീതീകരിക്കാൻ ചെന്നാൽ ഒരുപക്ഷെ കേട്ട് നമ്മളോട് ചേർന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ പറയും, എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെയൊക്കെ പറയുമോ? കുറ്റമാരുടെ മണ്ടയ്ക്ക് തന്നെ വരും, നമ്മളെ കുറ്റപ്പെടുത്തും. അതാ ലോകത്തിൻ്റെ നീതി, അതാ മനുഷ്യ സഹജമാണ്. പക്ഷെങ്കിൽ താൻ മനുഷ്യൻ്റെ മുമ്പിൽ പോയി പറയാൻ തനിക്കറിയാം, പറഞ്ഞാൽ ഇതൊക്കെയായിരിക്കും മറുപടി. എല്ലാം കേട്ട് എൻ്റെ വശം പറയും. മറ്റേ ആളിങ്ങോട്ട് വരുമ്പം പുള്ളി ഇവിടെ വന്നായിരുന്നു, പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല. നമ്മുടെ ആരുടെയും കാര്യമല്ല ഈ പറയുന്നത്, ഒരു പൊതുവെയുള്ള തത്വം ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ആരും മസിൽ പിടിച്ചൊന്നും ഇരിക്കണ്ട. ലോകത്തിൻ്റെ ഒരു തത്വമായത്. ദാവീദിനറിയാം, ഞാനിത് ആരോട് പറഞ്ഞാലും ചിലപ്പോൾ ഇവരൊക്കെ അംഗീകരിച്ചെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞിച്ച് പറയും, അങ്ങനൊന്നും ശൗല് പോകത്തില്ല, ദാവീദ് അതുപോലെ തെറ്റ് ചെയ്തിട്ടാണ്. താൻ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, തൻ്റെ നീതി വെളിപ്പെടുത്തിയത് എവിടെ? ദൈവത്തിന് മുമ്പിലാണ്. ദൈവമക്കളെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നമ്മുടെ നീതി, നമ്മുടെ ന്യായം, നമ്മുടെ ഭാഗം വെളിപ്പെടുത്താൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ദൈവസന്നിധിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം, സകലതും അറിയുന്ന ആളാ ദൈവം. എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ അതും എൻ്റെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഞാൻ പരമാർത്ഥി എന്ന് 100% എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവസന്നിധി ചെന്ന് എൻ്റെ കരങ്ങൾ മലർത്തിക്കൊണ്ട് പറയാം, കർത്താവേ, ഞാനൊരു പരമാർത്ഥിയാ, അങ്ങ് സകലതും അറിയുന്നല്ലോ, ആ ദൈവം എന്നെ സഹായിച്ചാൽ എനിക്കത് മതി. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ റിപ്പോർട്ടിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി കർത്താവേ. ദൈവസന്നിധിയിൽ നിരപരാധിത്വം തെളിയിക്കുക. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. ഈ നിരപരാധിത്വം തെളിയിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ച ഭക്തൻ തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞൊരു വാക്ക്, കഴിഞ്ഞ രാത്രി ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് ആത്മാവിനെ ഹേമിച്ചൊരു ചിന്തയിലേക്കാണ് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടിരുന്നത്. ഇടഭാഗം എല്ലാം വിട്ടിട്ട് ഞാൻ മറ്റൊന്ന് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ 10ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാനിതെല്ലാം പറഞ്ഞ് വന്ന് ദൈവസന്ധി പറയുമ്പോൾ പറയാണ്, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. അടുത്ത ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. 2 ചിന്തകളാണ്. ആദ്യത്തെ ചിന്ത പങ്കുവെക്കാമെന്ന് കരുതുന്നു, രണ്ടാമത്തേന് ഒരുപക്ഷെ സമയം ലഭ്യമാകണമെന്നില്ല. എനിവേ, ആദ്യ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇംഗ്ലീഷിൽ അത് കൊടുത്തേക്കുന്നത് ഡിഫൻസ്, അങ്ങനെയല്ലേ? ഒന്ന് വായിച്ചോളൂ. മൈ ഡിഫൻസ് ഈസ് ഓഫ് ഗോഡ് ഹു സേവ്സ് ദ അപ്രൈറ്റ് ഇൻ ഹാർട്ട്. താനെ ദൈവസന്നിധി പറയുകയാണ്, ദൈവമേ, അങ്ങെൻ്റെ പരിചയം. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം എനിക്കൊരു പരിചയം തരുമെന്നല്ല പ്രാർത്ഥിച്ചത്. ദൈവത്തോട് പ്രാർത്ഥിച്ചെന്തുവാ? അല്ല, ദൈവമേ, എനിക്കൊരു പരിചയം തരണമേ എന്നല്ല പറഞ്ഞത്. തൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ പരിച. അപ്പോൾ എൻ്റെ പരിച, എൻ്റെ സംരക്ഷണം ആരാ? ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ നിരപരാധിത്വം ദൈവസന്നിധിയിൽ തെളിയിച്ച് പ്രാർത്ഥിച്ച് മുന്നേറിയപ്പോൾ താൻ വീണ്ടും ചെന്ന് പെടുന്നത് ഈ അലർന്ന സിംഹത്തിന് മുമ്പിലാണ്. തന്നെ കടിച്ചു കയറാൻ നിൽക്കുന്ന ശൗൽ, ഒരു രാജ്യം, ഒരു പട്ടാളം മുഴുവൻ തനിക്കെതിരെ നിൽക്കുമ്പോൾ നാളുകളിലും നേരിടാൻ പോകുന്നത് അവരെയാണ്. ഈ ബോധ്യത്തോട് താൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ സംരക്ഷണം നിൻ്റെ കയ്യിലാണ്, എൻ്റെ പരിച ദൈവമേ അങ്ങ. ഈ പകൽ ദൈവമക്കളെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, എൻ്റെ സംരക്ഷണം എൻ്റെ കഴിവിലല്ല, എൻ്റെ ആരോഗ്യത്തിലല്ല, എൻ്റെ വീടിൻ്റെ ഉറപ്പിലല്ല, എൻ്റെ സമ്പത്തിലല്ല, എൻ്റെ വിദ്യാഭ്യാസത്തിലല്ല, എനിക്കെന്തെങ്കിലും ഈ ഭൂമിയിൽ എടുത്തു പറയാൻ ഉള്ളതിലല്ല എൻ്റെ സംരക്ഷണം. എൻ്റെ സംരക്ഷണം എൻ്റെ ദൈവത്തിലാണ്. നമ്മളോർത്താൽ മതി, ദൈവം സംരക്ഷിച്ചില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. ഇനി ഞാനതിനെ രണ്ടായിട്ടൊന്ന് തിരിച്ചിട്ട് വേഗത്തിൽ ആ ഭാഗം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പരിച എന്ന് പറഞ്ഞാൽ വിശ്വാസം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. അതിനുശേഷം ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണ ആവശ്യത്തിലേക്ക് കയറി വരാം. എഫേസ്യർ 6:16. മതി. അവിടെ വ്യക്തമായിട്ട് കണ്ടു, വളരെ വ്യക്തമായി വ്യാഖ്യാനിക്കാതെ മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീമ്പുകളൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന. അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസികളോട് ഞാൻ ചോദിച്ചോട്ടെ, പരിച എന്താ? വിശ്വാസം. ഇനി ഈ വാക്യത്തെ അങ്ങനെ ഒന്ന് വായിക്കാമോ? 10-ാം വാക്യം,
എൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ, അങ്ങനെയെങ്കിൽ എൻ്റെ വിശ്വാസം ആരല്ല? ദൈവത്തിലാണ്. മറ്റാരിലും വിശ്വസിക്കല്ലേ, എൻ്റെ വിശ്വാസം ദൈവത്തിൽ. എൻ്റെ വിശ്വാസം ദൈവത്തിലായുള്ള ഗുണം എന്തോ? ബാക്കി ദൈവം നോക്കിക്കോളൂ. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ വിശ്വാസം എൻ്റെ കഴിവിലല്ല, എൻ്റെ യാതൊരു പ്രത്യേകതയിലും അല്ല എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം ദൈവത്തിലാണ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എന്നാൽ വിശ്വാസം ചിലപ്പോൾ നമ്മൾ ചിലരിലേക്ക് കൈമാറും. ചിലർക്ക് ചിലരെ ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ പറയത്തില്ല, ഞാൻ ഇന്നാരോട് പറഞ്ഞിട്ടുണ്ട്, ആൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക, അവർ പ്രാർത്ഥിക്കും, നല്ലത്. എന്നാൽ അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടതാരാ? എന്താ? എൻ്റെ വിശ്വാസം. ശൗമേൻ്റെ പുസ്തകം എടുക്കാമോ? ഈ ഗോലിയാത്ത് ഇവരെ വെല്ലുവിളിച്ച് വന്നപ്പോഴത്തെ ഒരു പ്രത്യേക പദം 1 ശമൂവേൽ 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. അവിടെ ഒരു പ്രത്യേക പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വാക്യം വായിപ്പിക്കുന്നു. ഗോലിയാത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ വർണ്ണനയാണ്. വായിച്ചോളൂ, എല്ലാം കൂടെ വേണം. എന്നാൽ വായിച്ചോളൂ. പരിചക്കാരൻ അവൻ്റെ മതി. അങ്ങനെയെങ്കിൽ ഈ ഗോലിയാത്തിൻ്റെ ഒത്തിരി ആയുധങ്ങളുണ്ട്. ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. മേലോട്ടോട്ടോ വായിച്ചു വന്നാൽ കാണാം. അവൻ്റെ വലിപ്പം, അവൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ആ ലാസ്റ്റ് വേഴ്സ് വായിച്ചത് ഇങ്ങനെയാണ്: ഒരു പരിചക്കാരൻ. അപ്പം ഗോലിയാത്തിൻ്റെ കയ്യിൽ എന്തില്ല? പരിചയില്ല. മറ്റു പല ആയുധങ്ങളുണ്ട്, പരിച തൻ്റെ കയ്യിൽ. പരിച ആരുടെയല്ല? വേറൊരുത്തൻ്റെ കൊടുത്തേക്കുക. സംഭവിച്ചത് നമുക്കറിയാമല്ലോ. ഇനി ഞാൻ അല്പം കൂടെ വ്യക്തമാക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഇനി ഗോലിയാത്തിൻ്റെ പരിചയം ഉണ്ടായിരുന്നേൽ ദാവീദ് എറിഞ്ഞാൽ ഗോലിയാത്തിന് എന്തോ ചെയ്യാമായിരുന്നു? തടയാമായിരുന്നു. നെറ്റിക്ക് ആ ഏറുകൊണ്ട് നമുക്കറിയാം, ബാക്കി ഭാഗം മുഴുവൻ കവേട മൂടിയിരിക്കുക. എന്നാൽ കയ്യിൽ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ എറിയുന്ന സമയത്ത് ആ പരിച കയറിയൊന്ന് പിടിച്ചിരുന്നെങ്കിൽ കല്ല് പരിചയിലേ കൊള്ളത്തുള്ളൂ. ഇപ്പം പരിചയം ആരുടേത്? അങ്ങേര് രക്ഷിച്ചോളുമെന്ന് കരുതി പരിച മറ്റൊരാളെ കൊടുത്തു. ഞാൻ പറഞ്ഞോട്ടെ, ശത്രുവിൻ്റെ തീയം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. വിശ്വാസം വന്ന പരിച നമ്മുടെ തന്നെ ഇരിക്കട്ടെ. ഇനി എൻ്റെ പരിച ദൈവമാകട്ടെ. നമ്മൾ പലപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാടെ പരിച കൊടുത്താലുള്ള പ്രശ്നം, ഏറ് വരുമ്പോൾ പരിചക്കാരൻ എൻ്റെ മുമ്പിൽ വേണമെന്നില്ല. ഗോലിയാത്ത് നിലം പതിച്ചത് പരിച മറ്റൊരാടെ കയ്യിലായിരുന്നു. ഇനി ഞാൻ അല്പം കൂടെ വ്യക്തമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം ദൈവത്തിലായിരിക്കണം. നമ്മുടെ വിശ്വാസം നമ്മളിലുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. വിശ്വാസം മറ്റൊരാളിലാകരുത്. നിങ്ങൾക്ക് ഞാൻ വളരെ വിവരത്തോട് ഓർപ്പിച്ചോട്ടെ, പരിച വേറൊരാടെ കൊടുക്കരുത്. മറ്റുള്ളവർ പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും നല്ലത്. നമ്മളൊക്കെ വിശ്വാസമുണ്ട്. ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പാസ്റ്റർ പ്രാർത്ഥിക്കും, അന്യോന്യം വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഇത് 100% ഉറപ്പാണ്. നമ്മുടെ ഉത്തരവാദിത്തം ചെയ്തേ പറ്റത്തുമുള്ളൂ. പക്ഷെങ്കിൽ അതിൽ മാത്രം നിൽക്കാതെ ഞാൻ പറയണം, എൻ്റെ പരിച ദൈവത്തിൻ്റെ കൊടുത്തിട്ട് ഞാൻ പറയണം, കർത്താവേ, അങ്ങിലാണ് എൻ്റെ വിശ്വാസം, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു. ശമൂവേലിന്റെ പുസ്തകത്തിൻ്റെ ആ ലാസ്റ്റ് പാർട്ട്, അവൻ്റെ പരിചക്കാരൻ അവൻ്റെ മുമ്പേ നടന്നു. ദൈവമക്കളെ, വളരെ ഗൗരവത്തോടെ ആ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് നല്ലതാണ്. അവൻ്റെ പരിചക്കാരൻ അവൻ്റെ മുമ്പേ നടന്നു. റിസൾട്ട് അറിയാമല്ലോ. സംഭവിച്ചെന്തോ? 40 ദിവസം വെല്ലുവിളി നടത്തിയ മല്ലനായ ഗോലിയാത്ത് വീണു. പരിച കയ്യിലുണ്ടായിരുന്ന വീഴത്തില്ലായിരുന്നു. ഇനി ദൈവത്തിൻ്റെ പദ്ധതി അതായതുകൊണ്ട് ദൈവം ആ സമയത്ത് ഗോലിയാത്തിൻ്റെ പരിച മറ്റൊരുത്തനെ ഏൽപ്പിച്ചതാകാം. എന്തുമാകട്ടെ, നമ്മൾ ആ ചരിത്രത്തിലേക്ക് പോകാതെ നമ്മളിലേക്ക് വന്നാട്ട് എൻ്റെ പരിച വേറൊരാളെ കൊടുക്കല്ല്. വേറൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ പരിച ദൈവത്തിങ്കല, എൻ്റെ വിശ്വാസം എൻ്റെ ദൈവത്തിങ്കല, എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ മുന്നേറും. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ ചുവട് വയ്ക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വലിയവ ചെയ്യും.
ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. ഈ പരിച ഞാൻ പറഞ്ഞല്ലോ രണ്ടർത്ഥം. ഒന്ന്, വിശ്വാസം എന്ന പരിച. രണ്ടാമത്, പ്രതിരോധം, നമ്മുടെ സംരക്ഷണം ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമുക്ക് വായിക്കാം 18-ാം സങ്കീർത്തനം 30-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവം എൻ്റെ സംരക്ഷണമാണ്. എപ്പോഴാ ഞാൻ ദൈവത്തെ ശരണമാക്കിയ, ഞാൻ എൻ്റെ ദൈവത്തെ ശരണമാക്കി, എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല, എൻ്റെ ദൈവമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ, ദൈവമാണ് എൻ്റെ ശരണമെന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം പറയുകയാണ്, തന്നെ ശരണമാക്കുന്നവർക്ക്, വായിച്ചു ആ ഭാഗം മാത്രം, തന്നെ ശരണമാക്കുന്നവർക്ക്, കേട്ടില്ല, ക്ലിയർ ആയില്ല. മതി. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, പരിചയ തരാമെന്നല്ല ദൈവം പറഞ്ഞത്. ദൈവത്തെ ശരണമാക്കിയാൽ ദൈവം എൻ്റെ പരിചയ, ദൈവം എൻ്റെ പ്രതിരോധമായി, എനിക്ക് എതിരെ വരുന്ന സകല ശക്തികളെയും നിയന്ത്രിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യെസ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കൾ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എൻ്റെ പരിച ദൈവത്തിന്റെ പക്കലാണ്, എൻ്റെ സംരക്ഷണം എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവത്തെ ശരണമാക്കുന്ന ഏവർക്കും ദൈവം സംരക്ഷകനാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരനുഭവം അതെടുത്തൊന്ന് കാണിച്ചെൻ്റെ വാക്കുകൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു വാക്ക്. മതി. ആ ഭാഗത്ത് നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചല്ലോ. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിൻ്റെ ശേഷം, അതിന് മുമ്പ് എന്തോ നടന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണെങ്കിലും നമ്മൾ ഓർത്തോണം, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ ഞാൻ നിനക്കൊരു പരിചയം തരാമെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്റെ പരിചയ, ഞാൻ നിന്റെ പ്രതിഫലമാണ്. തൻ്റെ ജീവിതത്തിൽ താൻ അല്പം ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം 14-ാം അധ്യായം വായിച്ചു വന്നാൽ അബ്രഹാം ഭയപ്പെട്ടതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം. 14-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വായിക്കാമെങ്കിൽ വായിച്ചോളൂ. അല്പം ബുദ്ധിമുട്ടുണ്ട് ആ വാക്കുകളൊക്കെ, എങ്കിലും വായിച്ചു. മതി. ഇതൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഈ വാക്കുകൾക്ക് ഒരു സ്ഫുടത കിട്ടും. നമ്മൾ ഈ നാക്കിന് വഴങ്ങുന്ന വാക്കുകൾ മാത്രമേ വായിക്കാറുള്ളൂ. ഈ പ്രയാസമുള്ളതൊക്കെ ഒന്ന് വായിച്ചാൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പം വായിപ്പിക്കണം നിങ്ങളെ കൊണ്ട്. പിന്നെ അതൊരു അന്തരീക്ഷം എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് തൽക്കാലം നിങ്ങളിപ്പം വായിക്കണ്ട. വീട്ടിൽ ചെന്ന മാതാപിതാക്കൾ ഈ വാക്കുകൾ കുഞ്ഞുങ്ങളൊന്ന് വായിപ്പില്ല. നിങ്ങളുടെ നാവിനൊരു വഴക്കമൊക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ, ഈസി ആയിട്ടുള്ള വാക്കൊക്കെ പറഞ്ഞു പോയാൽ ഈസിയാണ്. അല്പം ടഫുള്ളതൊക്കെ ഒന്ന് വായിക്കും. നാം ഒന്ന് ക്ലിയർ ആക്കട്ടെ, വ്യക്തത വരും, സ്ഫുടത വരും. ഓക്കെ, ഞാൻ അവിടെ പറഞ്ഞു വന്നത്. ഇനി കുഞ്ഞുങ്ങൾക്കൊരു ജോലി തരുന്നു. ഈ 2 വാക്യങ്ങളിൽ എത്ര രാജാക്കന്മാരുണ്ട്? പെട്ടെന്ന് നോക്കിയിട്ടൊന്ന് പറയാം. എല്ലാവരും ഒന്ന് നോക്കിയാൽ 1-ാം വാക്യവും 2-ാം വാക്യവും രാജാക്കന്മാരുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. യുദ്ധത്തിന് വന്ന രാജാക്കന്മാർ. 1-ാം വാക്യത്തിൽ എത്ര രാജാക്കന്മാരുണ്ട്? സമയം നഷ്ടമാക്കാതെ വേഗത്തിൽ പറ, നോക്കിയിട്ട്. യെസ്, കറക്റ്റ്. 4 രാജാക്കന്മാർ 1-ാം വാക്യത്തിൽ. 2-ാം വാക്യത്തിൽ കറക്റ്റ് 5 രാജാക്കന്മാർ. അങ്ങനെയെങ്കിൽ ഞാൻ വേഗത്തിൽ ആ വിഷയത്തിലേക്ക് വരാം. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ഇനിയും 9-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് പാർട്ടൂടെ ഒന്ന് വായിച്ചോളൂ. അടുത്തത് മതി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്തു. ഇനി നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കൊടുക്കുക. ഈ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്ക് നേരെ യുദ്ധം നടത്തി. ഈ 5 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ സോതോം രാജാവും ഉണ്ടായിരുന്നു.
അങ്ങനെ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ട് ഈ 4 രാജാക്കന്മാർ പോയി. അഥവാ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ ഈ 4 രാജാക്കന്മാരുടെ സഖ്യമാണ് ജയിച്ചത്. 5 രാജാക്കന്മാരുടെ സഖ്യം പരാജയപ്പെട്ടു. അല്പനാളുകൾക്ക് ശേഷം അബ്രഹാം ഒരു വിവരം അറിഞ്ഞു. തൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ രാജ്യത്തെ മറ്റൊരു രാജ്യം കീഴടക്കി ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടുപോയെന്ന വാർത്ത കേട്ടപ്പോൾ, നമ്മളെ ഭാഗത്ത് വായിക്കുമ്പോൾ, അബ്രഹാം വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി കടന്നുപോയി യുദ്ധം ചെയ്ത് ലോത്തിനെ വിടുവിച്ചുകൊണ്ട് വന്നു. ഈ വിടുവിച്ചുകൊണ്ട് വന്നപ്പം ഈ സോദോം രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്: അബ്രഹാമേ, സമ്പത്തെല്ലാം അങ്ങ് എടുത്തു, ഇത് എനിക്ക് നഷ്ടപ്പെട്ടതാ, മറ്റു രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ട് പോയതാ, നീ ഇതങ്ങ് എടുത്തോ. അബ്രഹാം പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട. താൻ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ചെരുപ്പിൻ്റെ ഒരു ചാരട് പോലും എനിക്ക് വേണ്ട. പിന്നെ അവിടെ വന്നപ്പോൾ നിങ്ങൾ ആഹാരം തന്നു, അത് മതി, ഞങ്ങൾ അത് കഴിച്ചു, ഞങ്ങൾ പോവുക. ഈ അബ്രഹാം മടങ്ങി വന്നപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അബ്രഹാമിൻ്റെ മനസ്സിൽ കൂടെ ചില ചിന്തകൾ കടന്നുപോയി കാണും. തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലെത്തി ചിന്തിക്കണം. ഇപ്പം 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. ഈ 4 രാജാക്കന്മാരുടെ ഈ 5 രാജാക്കന്മാരുടെ സമ്പത്തുണ്ട്. അബ്രഹാം ചെന്ന് ഈ 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയപ്പോൾ അബ്രഹാമിൻ്റെ കയ്യിൽ ന്യായമായി ഇപ്പോൾ എത്ര പേരുടെ സമ്പത്തുണ്ട്? 9 രാജ്യങ്ങളുടെ സമ്പത്ത് ഇപ്പോൾ ആരുടെ ഉണ്ട്? ഇതാ നാട്ടുകാരുടെ ചിന്ത. അബ്രഹാമിൻ്റെ ഇല്ല, പക്ഷെ നാട്ടുകാർ ചിന്തിക്കുന്നത് എന്തോ? അബ്രഹാമിൻ്റെ ഇപ്പോൾ എന്തോ ഉണ്ട്? 9 രാജ്യങ്ങളുടെ സമ്പത്ത് ഇപ്പോൾ അബ്രഹാമിൻ്റെ ഉണ്ട്. വീട്ടിൽ വന്നപ്പം അബ്രഹാമിനൊരു ചെറിയ പേടി, രാത്രി കിടന്നുറങ്ങാൻ പറ്റുമോ? പണ്ടാരോ ഒക്കെ പറഞ്ഞ പോലെ ഓലപ്പുരയായിരുന്നപ്പം ഒന്ന് ചാരി വെച്ചാൽ ചാരിയില്ലേ പോലും കുഴപ്പമില്ല, പേടിക്കത്തില്ല, ആരും കയറത്തില്ല. വീടങ്ങ് വലുതായപ്പോഴും, നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും വീട് വലുതാകുമ്പം കള്ളനറിയാമോ ഇത് ബന്ധുക്കോസുകാരുടെ വീടാണ്, അവൻ സ്വർണ്ണം ഉണ്ടെന്നും കണ്ടാ കയറുന്നത്. എന്നാലും ഞാൻ പറഞ്ഞില്ല, വീട് വലുതായപ്പോഴത്തേക്ക് നമുക്ക് പേടി കൂടും. എന്നതുപോലെ ഈ 9 രാജ്യങ്ങളുടെ സമ്പത്ത് അബ്രഹാമിൻ്റെ ഇല്ലെങ്കിൽ പോലും നാട്ടുകാരുടെ മുഴുവൻ ചിന്ത എന്തോ? ഇയാൾ ഭയങ്കര പണക്കാരനാണ്, ഇയാൾക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഈ 9 രാജ്യങ്ങളെ കീഴടക്കിയപ്പോൾ ഈ 9 രാജ്യത്തിന്റെ സമ്പത്ത് ആരുടെയിലുണ്ട്? അബ്രഹാമിൻ്റെ ഉണ്ട്. പേടിക്കാൻ തുടങ്ങി. നാളെ നാട്ടുകാർ അല്ലെങ്കിൽ കള്ളന്മാർ, കൊള്ളക്കാർ കൂട്ടത്തോടെ വന്ന് എന്നെ ആക്രമിക്കുമെങ്കിലോ എന്നൊരു പേടി തൻ്റെ ഉള്ളിൽ കയറി. രണ്ടാമത്തെ ചിന്ത അബ്രഹാമിൻ്റെ ഉള്ളിൽ വന്നത്, ഈ സമ്പത്തെല്ലാം കൂടെ തന്നപ്പോൾ എന്തോ പറഞ്ഞു? വേണ്ടാന്ന് പറഞ്ഞു. ചില മണ്ടത്തരമായിപ്പോയി. മാനുഷികമാണ്. അന്നേരത്തെ ആവേശത്തിന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭക്തിക്ക് കയറി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ദൈവം തരുന്നതൊക്കെ മതി. പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് വെറുതെ കിട്ടിയതല്ലേ, ഇത് ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ലല്ലോ, ആ രാജാക്കന്മാർ പറഞ്ഞതല്ലേ, നീ അങ്ങ് എടുത്തോന്ന് പറഞ്ഞതാ, എന്നിട്ട് ഞാനെന്തോ ചെയ്തില്ല, അയ്യോ നഷ്ടമായി പോയല്ലോ, കഷ്ടമായി പോയല്ലോ എന്ന് ചിന്തിച്ച് ഈ 2 ചിന്തകൾ തന്നെ ഭരിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് മുമ്പിൽ വന്നു. ഇനിയും ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് 15-ൽ ഒന്നൊന്നുകൂടെ വായിച്ചോളൂ. അതിനിപ്പോൾ മനസ്സിലായാലും ഏതിൻ്റെ ശേഷമാണെന്ന് കാര്യം ദൈവമക്കൾ മനസ്സിലായെന്ന് കരുതുന്നു. അതിൻ്റെ ശേഷം അബ്രഹാമിനോട് ദൈവം പറയും, അബ്രഹാമേ നീ പേടിക്കണ്ട, നിന്നെ ആരും കൊള്ളയടിക്കുമെന്ന് പേടിക്കണ്ട, നീ ചിലത് നഷ്ടമായത് ഓർത്ത് നീ ആ വിഷയത്തെ ഓർത്ത് ഇനി ഭാരപ്പെടണ്ട, നീ പേടിക്കണ്ട. ദൈവം ഈ വിഷയത്തിന് ശേഷം അബ്രഹാമിന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, അബ്രഹാമേ, യഹോവയുടെ ഭയപ്പെടേണ്ട. അങ്ങനെയെങ്കിൽ ആ ഒറ്റ വാക്കിൽ അങ്ങോട്ട് ഒന്ന് പറഞ്ഞ മുന്നോട്ട് പോകാം. അബ്രഹാമേ, ഞാൻ നിന്റെ സംരക്ഷകനാണ്. ഇനി 9 രാജ്യങ്ങളോ ആ ദേശത്തെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഒന്നിച്ചു വന്ന് നിന്നെ ആക്രമിക്കാമെന്ന് വന്നാലും ഞാൻ നിന്റെ സംരക്ഷകനാണ്. യെസ്, ഹല്ലേലൂയ. ഞാൻ നിന്റെ പരിചയ തരാമെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്റെ പരിചയ. ആർക്കെങ്കിലും നിന്നെ തൊടണമെങ്കിൽ എന്നെ തൊടാതെ നിന്നെ തൊടാനൊക്കത്തില്ല. ഇന്ന് പകൽ ദൈവമക്കളെ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ധൈര്യത്തോട് വിളിച്ചു പറ, ദൈവം എൻ്റെ പരിചയമാണെങ്കിൽ ഞാൻ കടന്നു പോകുന്നിടത്ത്, എൻ്റെ തലമുറ കടന്നു പോകുന്നിടത്ത്, എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നിടത്ത് എൻ്റെ ദൈവത്തെ തൊടാതെ എന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. ആ ഉറപ്പ് പ്രാപിച്ചോണം, ദൈവം എൻ്റെ പരിചയം. യെസ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ല, പരിചയ തടയുന്നതാ. ഒരു അമ്പ് എന്നെ ഏൽക്കണമെങ്കിൽ ഈ പരിചയെ തകർത്താല് എന്നെ തൊടാൻ പറ്റത്തുള്ളൂ.
അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയം. തീർന്നില്ല, അടുത്തത് നീ ചില പ്രതിഫലമൊക്കെ വേണ്ടാന്ന് വെച്ചു. 9 രാജ്യങ്ങളുടെ ആ ജാതീയ രാജാക്കന്മാരുടെ അവരുടെ പല നന്മ നീ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പ്രതിഫലമാണ്. യെസ്, ഹല്ലേലൂയ. ഈ ലോകത്തെ പ്രതിഫലത്തെക്കാൾ വലുതായിട്ട് ദൈവം പറയുകയാണ്, സകലത്തിൻ്റെയും ഉടയവൻ എൻ്റെ പ്രതിഫലമാണെങ്കിൽ. ഇന്ന് പകൽ ദൈവമക്കളെ, ആ ദൂത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞോട്ടെ. നീ ഈ ഭൂമിയിൽ ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചത്, ദൈവനാമത്തിന് വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിച്ചത്, ചില ന്യായമായി കിട്ടേണ്ടത് പോലും കർത്താവേ ഞാൻ ഭക്തിക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിന്റെ പേരം നിഷേധിച്ചെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവം നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഓ ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ പ്രതിഫലമാണെങ്കിൽ ഇവിടുത്തെ പ്രതിഫലമല്ല എനിക്ക് വലുത്, എൻ്റെ ദൈവം എന്ന പ്രതിഫലമാണ് എനിക്ക് വലുത്. ഇന്ന് പകൽ ഒരുമിച്ച് വിളിച്ചു പറ, കർത്താവേ അങ്ങന്റെ പരിചയ, അങ്ങന്റെ പ്രതിഫലമാ, എനിക്ക് അതിലപ്പുറം ഒന്നും വേണ്ട. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിൽ ദൈവം പരിചയമാണെങ്കിൽ നമ്മളെന്തിനാ പേടിക്കുന്നത്? ജീവിതയാത്രയിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവം എൻ്റെ പരിചയം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എൻ്റെ അതിമഹത്തായ പ്രതിഫലമാ. സോദോം രാജാവ് വെച്ച് നീട്ടുന്നതല്ല എനിക്ക് വലുത്, എൻ്റെ ദൈവം തന്നെ പ്രതിഫലമാണെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ വാക്ക് അവസാനിപ്പിക്കാം. ദൈവം പരിചയമുള്ള ഗുണം. ഞാൻ ഇവിടെ ഭാഗത്ത് നമ്മൾ ആ ഭാഗം ചിന്തിച്ചല്ലോ. അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ ഓടി വരികയാണ്. ദൈവം പരിചയമായാൽ ഉള്ള പ്രയോജനം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ദൈവം പരിചയ, ദൈവത്തിൻ്റെ, നമ്മുടെ പരിചയ ദൈവത്തിൻ്റെ കയ്യിലായാൽ ദൈവം പരിചയമായാലുള്ള ഗുണം. മതി, ഇംഗ്ലീഷിലൂടെ ആ വാക്യം ഒന്ന് വായിച്ചോളൂ. സക്കറിയ ചാപ്റ്റർ 12 വേഴ്സ് 8. അല്പം കൂടെ വ്യത്യസ്തമായൊരു ആശയം അവിടെ കിട്ടും. മലയാളത്തിൽ ആശയം അങ്ങനെയാണെങ്കിലും വായിച്ചാൽ അത്ര ക്ലിയർ ആകുന്നില്ല. സക്കറിയ 12:8. In that day the Lord will defend the inhabitants of Jerusalem, the one who is feeble among them. In that day shall be like David, and the house of David shall be like God, and like the angel of the Lord before them. മതി. അവിടെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം, അന്ത്യകാലം സംഭവിക്കാൻ സാധ്യതയുള്ള യുദ്ധത്തെക്കുറിച്ച് 12-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 3-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 12-ന്റെ 3. ശ്രദ്ധിക്കണം. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. നമുക്കറിയാമല്ലോ, ഇന്ന് ഈ കാലത്ത് അത് യാക്ഷരികമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. യെരൂശലേം ഇന്ന് സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി മാറിയിരിക്കുന്നു. അടുത്തത് മതി. അതിനെ ചുമക്കുന്നവനൊക്കെയും കഠിനമായി മുറിവേക്കും. അതിന് മൂലഭാഷയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, അതിനെ നീക്കാൻ ശ്രമിക്കുന്നവനൊക്കെയും കഠിനമായി മുറിവേൽക്കും. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എത്ര അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുക. ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് നീക്കണമെന്ന് പറഞ്ഞ് നമുക്കറിയാം, ഇന്ന് ചുറ്റുമുള്ള രാജ്യങ്ങൾ അവരുടെ ഒരൊറ്റ ചിന്തയുള്ളൂ, ഇസ്രയേലിനെ നീക്കാൻ ശ്രമിക്കുക. വാർത്താമാധ്യമങ്ങളിലൂടെ ഇതൊക്കെ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവമക്കളാണല്ലോ. കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ. ഇസ്രയേലിനെ നീക്കാൻ ശ്രമിച്ചവർക്കൊക്കെ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക, മുറിവേറ്റുകൊണ്ടിരിക്കുക. വളരെ ഗൗരവത്തോടെ ഓർക്കണം. വചനം അക്ഷരം പ്രതി നിറവേറുന്ന, ഇതിൻ്റെ വള്ളി പുള്ളിക്ക് മാറ്റമില്ല. അബദ്ധം പറ്റി എഴുതി വെച്ചതല്ല. തിമോത്തിയോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് അതേക്കുറിച്ച് പറയുന്നുണ്ട്, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ ഉളവായതല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോട് എഴുതി വെച്ചതാണ് ഈ സത്യവേദപുസ്തകമെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും നിറവേറുക തന്നെ ചെയ്യും. ഞാൻ വേഗത്തിൽ വിഷയത്തിലേക്ക് വരുന്നു. ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇസ്രായേലിനെ അന്ത്യകാലത്ത് ഒരു ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ നീക്കാൻ ശ്രമിക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കും. ചുമക്കുന്നവൻ, ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, മൂലഭാഷയെ കൊടുത്തിരിക്കുന്ന ആ കറക്റ്റ് വേർഡ് ഇതാണ്. നീക്കാൻ ശ്രമിക്കുന്നവൻ മുറിവേറ്റുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് ദൈവം ഇസ്രായേലിന് കൊടുത്ത സംരക്ഷണം, അതാണ് നമ്മൾ വായിച്ചത് 8-ാം വാക്യത്തിൽ. വായിച്ചോളൂ. അന്നാളിൽ ദൈവം തന്നെ പരിചയമായി ദൈവം അവരെ മറയ്ക്കുക.
നമുക്കറിയാമല്ലോ, ഈ കഠിനമായ യുദ്ധം നടന്നിട്ടും ഇസ്രയേലിൽ ആൾനാശം വളരെ കുറവാണ്. കാരണം ദൈവം അവരെ മറയ്ക്കുക. അടുത്ത വാചകമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എൻ്റെ പരിചയമായാലുള്ള ഗുണം, എടറി നടക്കുന്നവൻ ആ ആ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് കൊടുത്തേക്കുന്ന ഫീബിൾ, ഏറ്റവും ക്ഷീണമുള്ളവൻ, അവൻ ആരെ പോലാകും? ദാവീദൻ എന്ന് പറഞ്ഞ ദാവീദ് ആരാ? ഒരു യോദ്ധാവാണ്. ദൈവം എൻ്റെ പരിചയമാണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും ക്ഷീണിതനാണെങ്കിലും ഞാൻ ആരാ? ഒരു യോദ്ധാവിനെ പോലാകും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവമക്കളെ ഒന്ന് ദൈവത്തോട് പറയുന്ന, കർത്താവേ, അങ്ങ് എൻ്റെ പരിചയമാണെങ്കിൽ എൻ്റെ ക്ഷീണം, എൻ്റെ ബലഹീനത ഇത് ഉള്ള ആള് പോലും ഒരു യോദ്ധാവിനെ പോലെ പെരുമാറും. ഞാൻ തിരിച്ചൊന്ന് പറഞ്ഞോട്ടെ, യോദ്ധാവിൻ്റെ തക്ക എല്ലാം എനിക്കുണ്ടെങ്കിലും ദൈവം പരിചയമല്ലെങ്കിൽ ഞാൻ ഏറ്റവും ക്ഷീണിതനായി ഇടറി നടക്കാനിട വരും. എന്നാൽ നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാം, കർത്താവേ, ഞാൻ ക്ഷീണിതനാണെങ്കിലും, ഏത് മേഖലകളിലും ഞാൻ ക്ഷീണിതനാണെങ്കിലും ദൈവം എൻ്റെ പരിചയമായാൽ ഞാനൊരു യോദ്ധാവിനെ പോലെ ആർത്ത് വിളിച്ചുകൊണ്ട് ശത്രുവിൻ്റെ നേരെ കടന്നു ചെല്ലുവാൻ എനിക്ക് ബലം കിട്ടുന്നത് ദൈവം എൻ്റെ പരിചയമാകുമ്പോഴാണ്. യെസ്, ഹല്ലേലൂയ. രണ്ടാം ഭാഗത്ത് കാണുന്നത് ദാവീദ് ഗ്രഹം ദൈവത്തെ പോലെയും അങ്ങനെയെങ്കിൽ ദാവീദിന്റെ ആ ഗോത്രം അല്ലെങ്കിൽ ആ കുടുംബം യഹൂദ, അവരെ മുഴുവനും കൂടെ പറയുകയാണ് അവരാരെ പോലാകും? ദൂതന്മാരെ പോലെ. ഇംഗ്ലീഷ് വാക്യം ഒന്ന് വായിച്ചേ, 8 verse 8. In that day the Lord will defend the inhabitants of Jerusalem. The one who is feebly among them in that day shall be like David, and the house of David shall be like God, like the angel of the Lord before them. ഒരു ദൈവത്തിന്റെ ദൂതൻ സൈന്യത്തിന് മുമ്പിൽ നടക്കുന്നത് പോലെ ആ സൈന്യം ഇവരുടെ മുമ്പിൽ നടക്കും. എപ്പോഴാ? പരിച ദൈവത്തിന്റെ കൊടുത്ത. ദൈവം എൻ്റെ പരിചയമായാൽ ഞാൻ അതിൻ്റെ ആ പ്രായോഗിക അർത്ഥത്തിലേക്ക് ഒന്ന് വന്ന് എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാം. യെരൂശലേമിൽ അഥവാ ഇസ്രായേലിന് കിട്ടിയ ആ സംരക്ഷണം നമുക്കും തരാൻ ദൈവം വിശ്വസന. ദൈവം എൻ്റെ പരിചയമായാൽ, യെസ്, ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എൻ്റെ പരിചയം വേറൊരാളുടെ കൊടുക്കാനല്ല. ദൈവം എൻ്റെ പരിചയമായാൽ, എൻ്റെ പരിചയ ദൈവത്തിൻ്റെ കരങ്ങളിലായാൽ, ദൈവമേ അങ്ങാണ് എൻ്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഞാൻ എത്ര ബലഹീനനാണെങ്കിലും ഒരു യോദ്ധാവിനെ പോലെ തൻ്റെ അടുത്തോടെ നിൽക്കാൻ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ പരിചയ ദൈവത്തിൻ്റെ കരങ്ങളിലായതുകൊണ്ടാണ്. മാത്രമല്ല, എൻ്റെ ഗ്രഹം യുദ്ധം നയിക്കുന്ന ഒരു യുദ്ധവീരനായ ദൂതനെ പോലെ എൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമുക്ക് ആ ദൈവകരങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കല. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചേ. പരിച എൻ്റെ കയ്യിലാണോ അതോ മറ്റൊരാളുടെ കയ്യിലാണോ? അല്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറവാനുള്ള ദൂത്, എൻ്റെ പരിച എൻ്റെ ദൈവത്തിൻ്റെ പക്കല. എൻ്റെ പരിചയം എൻ്റെ ദൈവത്തിൻ്റെ പക്കലാണെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയണം, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയ, നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. നീ ശത്രു നിന്നെ ആക്രമിക്കുമെന്ന് ഭയപ്പെടേണ്ട. നിന്റെ ഭാവി എന്താകും, നിന്റെ ഭൗതികം എന്താകും, നീ ഭയപ്പെടേണ്ട. കാരണം ദൈവം നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാ. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എൻ്റെ പരിചയാണെങ്കിൽ എൻ്റെ ബലഹീനത അവിടെ ഒരു വിഷയമല്ല. ഇന്ന് പകൽ ഒരുമിച്ച് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാമോ? പല വിഷയത്തിൽ നമ്മൾ ബലഹീനരാ. പലപ്പോഴും നമ്മൾ പറയും, എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്കത് പറ്റത്തില്ല, എൻ്റെ കുടുംബത്തിൽ അത് നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടത് പറ്റത്തില്ല, ഞങ്ങൾ കഴിവില്ലാത്തവരാ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറവാനുള്ള ദൂത്, നിന്റെ കഴിവല്ല വലുത്, ദൈവം നിന്റെ പരിചയാണെങ്കിൽ നീ ഒരു യോദ്ധാവായി മാറുക.
യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞാട്ട്, ഞാൻ കഴിവില്ലാത്തവനാ, അറിവില്ലാത്തവനാ, വിദ്യാഭ്യാസമില്ലാത്തവനാ, ഈ ലോകത്തിൽ എടുത്തു പറയാൻ പലതും ഇല്ലാത്തവനാ, പക്ഷെങ്കിൽ ദൈവം എന്റെ പരിചയായാൽ ഞാൻ യോദ്ധാവിനെ പോലെ പെരുമാറാൻ എന്റെ ദൈവം എന്നെ ശക്തീകരിക്കും. ഓ രക്തത്താൽ ജയം, ഹല്ലേലൂയ. യുദ്ധമുന്നണിയിൽ യുദ്ധം ചെയ്യുന്ന ഓരോ ദൂതനെ പോലെ എന്റെ കുടുംബത്തിന് പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാൻ കഴിയും. ദൈവമേ, എന്റെ പരിചയം അങ്ങയുടെ പക്കല. ഓ രക്തത്താൽ ജയം, ഹല്ലേലൂയ. ആ കരങ്ങൾ കേൾപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമായി ഓർപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനത്തിന്റെ ചില വരികൾ ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം.